എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ കൊടും ക്രിമിനലുകളെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കേണ്ട സംവിധാനമില്ലേ? അത്രയും ചെറിയ ഇടവേളയിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയധികം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നത്? ഈ ബ്ലേഡ് അടക്കം അവിടേക്ക് എത്തിച്ചുകൊണ്ട് ഇയാളുടെ കൈവശം കിട്ടണമല്ലോ ഈ ബ്ലേഡ്, ഇത് മുറിക്കുന്നതിനായിട്ടും മറ്റും. ഈ തുണി എവിടെ നിന്ന് സംഘടിപ്പിച്ച് കിട്ടി? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമാവുകയല്ലേ? അപ്പോൾ ആരുടെയും തുണയില്ലാതെ എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് ഈ രീതിയിൽ ജയിൽ ചാടുവാൻ കഴിയും? സഹ തടവുകാരുടെയെങ്കിലും പിന്തുണ കിട്ടിക്കാണില്ലേ? സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഗോവിന്ദച്ചാമിക്ക് ഒരു പിന്തുണ ഉണ്ട്, അല്ലെങ്കിൽ സഹായമുണ്ട്. ഇല്ല എങ്കിൽ ഈ ആക്സോ ബ്ലൈഡൊക്കെ എങ്ങനെയാണ് ഈ സെല്ലറക്കുന്നതിന് ബാർ ഇറക്കുന്നതിന് വേണ്ടി കിട്ടുക? അതുകൊണ്ട് അടുത്തിടയ്ക്ക് ഗോവിന്ദച്ചാമിയെ ജയിലിൽ സന്ദർശിച്ച ആളുകൾ അടക്കമുള്ള ആളുകളുടെ വിവരങ്ങളെല്ലാം പോലീസും ജയിൽ വകുപ്പും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. ജയിൽ മേധാവിയെയും നമ്മൾ ബൽറാം കുമാർ ഉപാധ്യായുമായും നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പരിശോധന നടക്കുന്നുണ്ട്, കണ്ണൂരിൽ തന്നെ പ്രതി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ വീഴ്ച ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഉത്തരമേഖല ജയിൽ DIGയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ബൽറാം കുമാർ ഉപാധ്യായ അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചതാണ്. അങ്ങനെ ഈ ജയിൽ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഇക്കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തുന്നു. ഉടൻ തന്നെ ഇയാളെ പിടിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ഗുരുതരമായ വീഴ്ച, ഏതായാലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഉത്തരമേഖല ജയിൽ DIGയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി എടുക്കുമെന്നാണ് ജയിൽ മേധാവി അല്പസമയം മുമ്പ് പറഞ്ഞത്. അങ്ങനെ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഗോവിന്ദച്ചാമിയെ പോലെ. ഓർക്കണം ലക്ഷ്മി, അതായത് ഗോവിന്ദച്ചാമിയുടെ വിചാരണ നടക്കുന്നത് തൃശ്ശൂർ അതിവേഗ കോടതി, അതാണ് വിചാരണ കോടതി. അന്ന് ആ വിചാരണ കോടതി ജഡ്ജി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഇയാൾ ജീവിച്ചിരിക്കുന്നത്, ഗോവിന്ദച്ചാമിയെ പോലെ ഒരാൾ, ഒരു കൊടും ക്രിമിനൽ ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്ന ഒരു ജഡ്ജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആ വിധിന്യായത്തിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്, അയാളെയാണ് ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി സമൂഹത്തിലേക്ക് നൂറുകണക്കിന് സ്ത്രീകളുള്ള ഇടങ്ങളിലേക്ക് അയാൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് ആരുടെ വീഴ്ചയാണെന്ന് അന്വേഷിച്ചേ മതിയാകും, നടപടിയെടുത്തേ മതിയാകും. ഇതെങ്ങനെയാണ് ഇത്തരം ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ വാർത്ത ആദ്യം നൽകുമ്പോൾ, അതായത് ഈ പറയുന്ന ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്ത പോലീസ് അറിയുന്നത് 7:15 ഈ രാവിലെ 1:30 ജയിൽ ചാടിയ 10ാം ബ്ലോക്കിൽ നിന്നും ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നത് 3 മണിയോടുകൂടി ഈ ജയിൽ ഉദ്യോഗസ്ഥർ തിരിച്ചറിയുന്നു. നോക്കൂ, ആ 3 മണി തൊട്ട് 7 മണി വരെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ടൈമിൽ ഒരു പക്ഷേ പോലീസിന്റെ സഹായം തേടിയിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ ഗോവിന്ദച്ചാമിയെ ഇപ്പോഴത്തേക്ക് പിടിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ നമുക്ക് മുന്നിൽ ഇപ്പോഴും പലതരത്തിലുള്ള ക്ലാരിറ്റി കുറവുകളുണ്ട്. എത്ര മണിയോടെയാണ് ചാടിയത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. ഇപ്പോൾ നിഖിൽ അല്പസമയം മുമ്പ് പറഞ്ഞത്, അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 1:15-നും 3 മണിക്കുമിടയിലാണ് ഇയാൾ ചാടിയിരിക്കുന്നത് എന്നാണ്. 3:15-ന് DC ഓഫീസ് പരിസരത്ത് വച്ച് കണ്ടു എന്ന് പറയുന്നു. 9 മണിക്ക് കണ്ണൂരിൽ ഇയാളെ കണ്ടു എന്ന് പറയുന്നു. കണ്ണൂരിൽ കണ്ട ദൃക്സാക്ഷി മൊഴിയുണ്ട്. അപ്പോൾ ഇയാളുടെ കാര്യത്തിൽ ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഔദ്യോഗികമായ പ്രതികരണങ്ങൾ, ഈ മൊത്തം ഈ ജയിൽ ചാട്ട കേസിൽ എന്തൊക്കെയാണ് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ? ഔദ്യോഗികമായി നമുക്കറിയാം, ആ ഒരു വാർത്താക്കുറിപ്പ് പോലെയുള്ള ഒരു കുറിപ്പ് അവർ രാവിലെ ഇറക്കിയതിൽ രാവിലെ 1:30 10ാം ബ്ലോക്കിൽ താമസിക്കുന്ന ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നത് മാത്രമാണ് അവർ ഔദ്യോഗികമായും സ്ഥിരീകരിക്കുന്ന കാര്യം. ഇതെപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞതെന്നോ എപ്പോഴാണ് പോലീസിൽ ഇൻഫോം ചെയ്തതെന്നോ എന്നതോ അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും അവർ വ്യക്തമാക്കുന്നില്ല. അത് തന്നെ ചില അസ്വാഭാവികതകൾ, ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ അസ്വാഭാവികതയുണ്ട്. കാരണം നോക്കൂ, ഒന്നുകിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് അവർ അറിയുന്നത് 3 മണിയോടുകൂടിയാണ്. 3 മണിയോടുകൂടി ഇവർ അറിഞ്ഞതിന് ശേഷം 7 മണിക്കാണ് പോലീസിനെ ഇൻഫോം ചെയ്തത്. പക്ഷേ അതിനിടയിൽ ഇവർക്ക് ഇയാളെ എങ്ങനെയെങ്കിലും പിടിച്ച് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കാൻ, പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം വലിയ ഗുരുതര വീഴ്ച ഇവർക്കുണ്ടായി. അപ്പോൾ വീഴ്ച ഉണ്ടായ സമയത്ത് ഇയാളെ പെട്ടെന്ന് പിടിച്ച് അതിനുശേഷം പോലീസ് പിന്നെ ഇതാരും അറിയാതെ ഒതുക്കാം എന്നുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം
കാരണം ജയിലിന് പുറത്തേക്കിറങ്ങി പരിശോധന നടത്തുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക്. അവിടെ പോലീസിനാണ് എത്രയും പെട്ടെന്ന് അലേർട്ട് കൊടുക്കാൻ കഴിയുകയും വിവിധ സ്റ്റേഷനിൽ കൊടുക്കാൻ കഴിയുകയും റെയിൽവേ സ്റ്റേഷനിൽ അടക്കം കൊടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ പോലീസിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടുന്നതിൽ വലിയ താമസം 4 മണിക്കൂറോളമാണ് വൈകുന്നത്. അതായത് 3 മണിയോടുകൂടി ഇവർ അറിയുന്നു. അതിനുശേഷം 7 മണിക്കാണ് പോലീസിനെ അറിയിക്കുന്നത്. ആ നിർണായകമായ 4 മണിക്കൂറുകളാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെടാൻ ഇടയാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയുന്നത് അത് കൃത്യമായി അറിയില്ല. അവിടുത്തെ പരിശോധനയിൽ 1:15-നും 3 മണിക്കുമിടയിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നു. പക്ഷേ പുറത്തേക്ക് അറിയുന്നത് ഉന്നതാധികാരികളെ റിപ്പോർട്ട് ചെയ്യുന്നത് 7 മണിക്ക് മാത്രമാണ്. ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് പുറത്തേക്ക് പോയത് അറിഞ്ഞത് റിപ്പോർട്ട് ചെയ്യുവാൻ കാലതാമസമുണ്ടായി എന്നത് സംശയിക്കുന്നതിനൊപ്പം തന്നെ എങ്ങനെ ഇത്തരം സന്നാഹങ്ങൾ, ജയിൽ ചാട്ടത്തിലുള്ള സന്നാഹങ്ങൾ അവിടെ അത്യന്തം സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരുക്കുവാൻ ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞു എന്നുള്ള ഗൗരവതരമായ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. തീർച്ചയായും ലക്ഷ്മി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൈയില്ലാതിരുന്നിട്ടും ആ പെൺകുട്ടിയോട് കാണിച്ച കൊടും ക്രൂരത നമ്മൾ കേരള മനസാക്ഷി ആകെ ഞെട്ടിയതാണ്. പണാപഹരണം, ബലാത്സംഗം, കൊലപാതകം, അങ്ങനെ 15 കുറ്റങ്ങളാണ് ഗോവിന്ദച്ചാമിക്കെതിരെ അന്ന് പോലീസ് ചാർജ് ചെയ്യുകയും 11 തെളിയുകയും ചെയ്തു. അങ്ങനെയാണ് അന്ന് തൃശ്ശൂർ അതിവേഗ വിചാരണ കോടതി ഗോവിന്ദച്ചാമിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും നടപടി. പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വരെ പോയി വലിയ നിയമ പോരാട്ടം ഗോവിന്ദച്ചാമി നടത്തി. ഗോവിന്ദച്ചാമിക്കും ഈ പണം എവിടെ നിന്നാണ്? ഗോവിന്ദച്ചാമിക്ക്